വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 9. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളെ ക്ലാസ് 9-ലാണോ നമ്മൾ മാത്സ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യണമായിരുന്നോ, അത് കഴിഞ്ഞിട്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റോറി വെച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങളൊരു ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു സാധനം പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ 3 ഡീലുകളുണ്ട്. ഒരു ഡീലിൽ പറയുന്നത് നിങ്ങളൊരു 4 സാധനം മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇത്ര 30% ഓഫ് ഉണ്ട്. ഇനി അടുത്ത ഡീലിൽ പറയുന്നത് നിങ്ങളൊരു 5 സാധനം പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 40% ഓഫ് ഉണ്ട്. നെക്സ്റ്റ് ഡീൽ ഈസ് ലൈക്ക് നമ്മളൊരു 6-8 തിങ്സ് മേടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഒരു 50-60% ഓഫ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കാര്യം ആലോചിക്കുമല്ലേ, എങ്ങനെയാണ് ഈ കണക്ക് ശരിയാവുന്നതെന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ വെക്കേഷൻ ആവാണ്. അപ്പോൾ വെക്കേഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നമ്പർ ഓഫ് ഡേയ്സ്, അതുപോലെ ബഡ്ജറ്റ്, എത്ര ദൂരം ട്രാവൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യും. ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മാത്സ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, ഒരു സർവൈവൽ സ്കിൽസ് ആയിട്ടുള്ള മാത്സ് ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ക്ലാസ് 9-ലാണ് നിങ്ങൾക്ക് മാത്സ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. സോ വൈ മാത്സ്? എന്തുകൊണ്ടാണ് മാത്സിനെ പറ്റി എല്ലാവരും ഇത്രയും ചർച്ച ചെയ്യുന്നത്? ഇപ്പം നമ്മളുടെ +2 അല്ലെങ്കിൽ 10th എക്സാംസ് ഒക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ്സും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മളുടെ സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, CBSE സിലബസ് ആവട്ടെ, നമ്മുടെ എക്സാം കഴിയുന്ന നെക്സ്റ്റ് മൊമെന്റിൽ നമുക്ക് വരുന്നത് എക്സാം ഇസ് ഡിഫിക്കൽട്ട്, എക്സാം ഭയങ്കര മോഡറേറ്റ് ടു ഹാർഡ് ആണ്, അല്ലെങ്കിൽ എന്താണ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കാണാറുണ്ട്. ബട്ട് അതിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മൾ നോക്കിയാൽ കംപ്ലീറ്റ്ലി ആ സബ്ജക്റ്റ് മാത്രം ടഫ് ആയതുകൊണ്ടാണോ? അല്ല, നമ്മൾ കുറച്ചും കൂടി ഒരു ബേസ് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെയുള്ള ഒരു റീസൺ കൂടി ഉണ്ടല്ലോ അതിന് പിന്നിൽ. അപ്പോൾ നമുക്കൊരു 10%ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ഹാർഡായിട്ട് വരാം. സ്റ്റിൽ നമുക്ക് നല്ലൊരു സ്കോർ എത്താനുള്ള കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്സ് ഇസ് വെരി ബേസിക്. നമ്മുടെ ഫിസിക്സ് ഓർ മാത്സ് 2 സബ്ജക്റ്റിലും നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽസ്, നമ്പേഴ്സ് ഒക്കെ നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്താലേ നമ്മളുടെ ആ സ്പീഡ് നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 9ാം ക്ലാസ് മാത്സിന് ഒരു ടേണിംഗ് പോയിന്റ് ആണോ? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്താണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഇല്ല. നമ്മൾ ഏത് ക്ലാസ്സും നമ്മുടെ മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പോൾ വെക്കേഷൻ ആവട്ടെ, നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു ക്ലാസ് പഠിക്കുന്ന സമയമാവട്ടെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മാത്സ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ 10th ഒരു ടേണിംഗ് പോയിന്റ് ആണ്, +2 ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് രണ്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. 10th-ലെയും +2-ലെയും നിങ്ങളുടെ സ്കോർസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന സമയത്തും അല്ലെങ്കിൽ UG PG ഒക്കെ ചെയ്യുന്ന സമയത്തും ഈ സ്കോർസ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് 9th ചെയ്യാൻ പറ്റുന്നത് ഈ ടേണിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ സ്കിൽസിനെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാത്സ് നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് 9th നമ്മൾ പോകുന്ന സമയത്ത് മാത്സിന് എന്താണ് ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്ട്സിലൊക്കെ നമുക്ക് ഒരുപാട് മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ 8th ഫിസിക്സിൽ നമ്മൾ കുറച്ചും കൂടെ തിയറി ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ 9th നിങ്ങൾക്ക് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്സിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ന്യൂമറിക്കൽസ്, കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മാത്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള മാത്സിൽ നിങ്ങൾക്ക് ഏതായിരുന്നു ടഫ്? ആൾജിബ്ര റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ജിയോമെട്രി, നമ്മൾ സർക്കിൾസ്, ട്രയാങ്കിൾസ് വരയ്ക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ദെൻ ഈ ഒരു പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് 100 കണക്കിന് പെയ്ഡ് ആൻഡ് ഫ്രീ കോഴ്സസ് ഒബ്വിയസ്ലി അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് ആൻഡ് വൈയുടെ തന്നെ ബേസിക് മാത്സ് കോഴ്സ് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്ട്സിൽ, ഒരുപാട് ടോപ്പിക്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും അതിൻ്റെ ടെസ്റ്റുകളും മോർ ദാൻ 10+ ടെസ്റ്റുകളും നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്യാം. സോ നമ്മൾ അങ്ങനെ ഒരു കോഴ്സ്, പെയ്ഡ് ഓർ ഫ്രീ, നിങ്ങൾക്ക് ഏത് കോഴ്സ് ചെയ്താലും അതിനുശേഷം നമ്മുടെ മാത്സ് സ്കിൽസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും, ഒബ്വിയസ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിലാണ്. ഇപ്പോൾ നിങ്ങൾ യൂഷ്വലി നിങ്ങൾക്ക് ഒരു എക്സാംസും എഴുതണ്ട എന്നുള്ളവർക്കല്ല, നമ്മൾ ഒളിമ്പ്യാഡ് പോലത്തെ ടെസ്റ്റുകൾ എഴുതുന്നു, അല്ലെങ്കിൽ നമ്മളൊരു +1 +2 സമയത്ത് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയിട്ടുള്ള അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റുകളായിട്ടുള്ള JEE, NEET പോലെ ഒരുപാട് കോഴ്സുകളിലേക്കുള്ള ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ബേസിക് മാത്സ് സ്കിൽസും നമ്മുടെ മാത്സിലുള്ള സ്പീഡുമാണ്. ആൻഡ് ഫൈനൽ തിങ്, മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ കോൺസെപ്റ്റ്സ് കാണാതെ പഠിക്കുകയല്ല, നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാണ്. നമ്മൾ ഏതൊരു തിയറി അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക് എടുത്താലും പ്രാക്ടീസ് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാക്സിമം ചെയ്യുക, എങ്ങനെ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എക്സാംസ് നിങ്ങൾക്ക് എഴുതണം, മാത്ത് ഒളിമ്പ്യാഡ് നിങ്ങൾക്ക് പങ്കെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു JEE അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ്, മാത്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഒബ്വിയസ്ലി ക്ലാസ് 9 നിങ്ങൾക്ക് മാത്സിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുക. ആൻഡ് ഫൈനൽ തിങ്, കോമ്പറ്റീറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സ് ഇമ്പ്രൂവ് ചെയ്യേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.